നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചുമൂടുന്നെന്ന ആരോപണത്തിന് പിന്നാലെ ഒറ്റപ്പാലം നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മണ്ണുമായി വന്ന ലോറികൾ തടഞ്ഞ് BJP നേതാക്കൾ. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വൻ തട്ടിപ്പാണ് ഭരണസമിതി നടത്തുന്നതെന്നും BJP. പ്രതിഷേധം 18-ന് പ്ലാന്റിൽ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി നടക്കാനിരിക്കും. ഒറ്റപ്പാലം കണ്ണിയംപുറത്ത് വാടക വീട് കുത്തിത്തുറന്ന് മോഷണം. 8.5 പവൻ സ്വർണവും 48 ഗ്രാം വെള്ളിയും പണവും നഷ്ടമായി. തമിഴ്നാട് സ്വദേശി വിനോദ് കുമാർ താമസിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത്. ചരിത്ര നേട്ടവുമായി മലപ്പുറം ജില്ല. പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് 1ാം സ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കിലും മലപ്പുറം ജില്ല 1ാമത്. വനിതകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പ്രത്യേക പോഷകാഹാര പദ്ധതിക്ക് തുടക്കം കുറിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ആരോഗ്യ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിസ്ഥലങ്ങൾ ഒരുക്കുമെന്ന മുഹമ്മദ് മുഹസിൻ MLA. കൊപ്പത്തും മുതുതലയിലും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. ലഹരിയിലേക്ക് കുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കണമെന്ന് MLA. വിശദമായ വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മണ്ണുമായി വന്ന ലോറികൾ BJP നേതാക്കൾ തടഞ്ഞു. പ്ലാന്റിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് നേതാക്കൾ വാഹനങ്ങൾ തടഞ്ഞത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കാതെ മണ്ണിട്ട് മൂടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP നേതാക്കൾ മണ്ണുമായി വന്ന 2 ലോറികൾ തടഞ്ഞത്. പ്ലാന്റിൽ 18-ന് മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായുള്ള നിലമൊരുക്കൽ നടക്കുന്നുണ്ട്. ഇതിന്റെ മറവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടുന്നു എന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം പ്രവൃത്തികൾ BJP നേതാക്കൾ തടഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച വാഹനങ്ങൾ തടഞ്ഞത്. മണ്ണുമായി വന്ന വാഹനങ്ങൾക്ക് യാതൊരുവിധ രേഖകളുമില്ലെന്നും ഇവ കസ്റ്റഡിയിലെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്ഥലത്തെത്തിയ പോലീസും നഗരസഭാ എഞ്ചിനീയറും വില്ലേജ് ഓഫീസറും നേതാക്കളുമായി ചർച്ച നടത്തി. ഇതിന്റെ 4 പുറം BJPയുടെ ആളുകളാണുള്ളത്, ഞങ്ങൾ അറിയും. അല്ല, നമുക്കിത് മാന്തി നോക്കാം. ഇപ്പൊ അത് മാന്തി എടുത്ത് മാറ്റാറൊന്നും ഉറപ്പ് തന്നു. നാളെ ഇതേമാതിരി ഞങ്ങൾക്ക് നാളെ ഇവിടെ അടിക്കില്ല. ഞാൻ പറഞ്ഞത് അത് ഞങ്ങൾ JCB വെച്ചിട്ട് വലിച്ച് പിന്നിലേക്ക് മാറ്റാം. മറ്റെന്താ കാര്യം? ശരി, നിങ്ങൾ ഇപ്പോ മറ്റേ നിലവില്. തുടർന്ന് വില്ലേജ് ഓഫീസർ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും നഗരസഭാ സെക്രട്ടറിയുമായി ചർച്ച നടത്തും വരെ നിലമൊരുക്കുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കുമെന്ന ഉറപ്പും ലഭിച്ചതോടെയാണ് നേതാക്കൾ പിരിഞ്ഞുപോയത്. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വൻ തട്ടിപ്പാണ് ഭരണസമിതി നടത്തുന്നതെന്ന് BJP മധ്യമേഖലാ സെക്രട്ടറി T ശങ്കരൻകുട്ടി ആരോപിച്ചു. നഗരസഭയുടെ ഈ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ വളരെ വലിയ ഒരു തീവെട്ടിക്കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതിയും അതുപോലെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഇവിടെ ബയോ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഖരമാലിന്യങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് വേർതിരിക്കുന്ന പദ്ധതി, അതിന് ആദ്യഘട്ടത്തിൽ 3 ഘട്ടങ്ങളായിട്ട് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടപ്പാക്കുന്ന പദ്ധതിയിൽ ആദ്യം 6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ 6 കോടി രൂപ അനുവദിക്കുന്ന സമയത്ത് ഇവിടെ ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഈ മാലിന്യങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് വേർതിരിക്കണം. പക്ഷേ ഇവിടെ മാലിന്യങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് വേർതിരിക്കാതെ മൈനിങ് നടത്താതെ ഇവർ ചെയ്തിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കുകൾക്ക് മീതെ മണ്ണിട്ട് മൂടുകയാണ്. ഈ മണ്ണിട്ട് മൂടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഗുരുതരമായൊരു സാഹചര്യം, ഈ പ്രകൃതിക്ക് ഭൂമിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വളരെ വലിയ ബുദ്ധിമുട്ട്, ഈ ഭൂമി നശിക്കുന്നൊരവസ്ഥയിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക്കിനെ നാട് കടത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയകളിൽ സജീവമായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഈ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2-3 ഘട്ടങ്ങളിലായി ആദ്യം 6 കോടി രൂപയും അതിനുശേഷം ഇപ്പോൾ 2.5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റപ്പാലം നഗരസഭ ഇവിടെ ചെയ്തിട്ടുള്ളത്, ഇവിടെയുള്ള ഈ പ്ലാസ്റ്റിക്കുകൾക്ക് മീതെ കൊണ്ടുവന്ന് മണ്ണിട്ട് മൂടി ഈ പറഞ്ഞ നേരത്തെയുള്ള 6 കോടി രൂപ ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ 2.5 കോടി രൂപ അടിച്ചു മാറ്റാനുള്ള ശ്രമം, പ്ലാസ്റ്റിക്കുകൾക്ക് മീതെ മണ്ണ് ഇട്ട് മൂടുന്ന പ്രക്രിയയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് BJPയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി, ജനറൽ സെക്രട്ടറി A സ്വരൂപ്, BJP നേതാക്കളായ K പ്രമോദ് കുമാർ, സുരേഷ് കോണിക്കൽ, K മധു, വിഷ്ണു, സന്തോഷ്, P ജയരാജ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം കണ്ണിയംപുറം കൂനന്തുള്ളി ക്ഷേത്രത്തിന് സമീപം വാടക വീട് കുത്തിത്തുറന്ന് 8.5 പവൻ സ്വർണവും 48 ഗ്രാം വെള്ളിയും 3000 രൂപയും മോഷ്ടിച്ചു. ഇവിടെ താമസിച്ചു വന്നിരുന്ന തമിഴ്നാട് സ്വദേശി വിനോദ് കുമാർ നാട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം. മുൻവാതിലിന്റെ ലോക്ക് തകർത്താണ് മോഷണം നടന്നിരിക്കുന്നത്. കണ്ണിയമ്പുറത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശി വിനോദ് കുമാർ താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് മോഷണം നടന്നത്.
മാർച്ച് 30 വിനോദ് കുമാർ കുടുംബത്തോടൊപ്പം നാട്ടിൽ പോയി. ബുധനാഴ്ച രാത്രി 9 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടത്. ബെഡ്റൂമിലെ അലമാരയുടെ ലോക്കറിൽ സൂക്ഷിച്ച 8.5 പവൻ സ്വർണവും 48 ഗ്രാം വെള്ളി ആഭരണവും 3000 രൂപയുമാണ് മോഷ്ടിക്കപ്പെട്ടത്. അതേസമയം റൂമിൽ മറ്റൊരിടത്ത് സൂക്ഷിച്ച 3 പവൻ സ്വർണം നഷ്ടമായില്ല. വീട്ടുടമയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ചരിത്ര നേട്ടം. പദ്ധതി നിർവഹണത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലയും സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി. 2024-25 വാർഷിക പദ്ധതിയിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പദ്ധതി തുക ചിലവഴിച്ച് മലപ്പുറം ജില്ല ചരിത്ര നേട്ടം കൈവരിച്ചു. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി കണക്കുനോക്കിയാൽ മലപ്പുറം ജില്ല 94.72% തുകയാണ് ചെലവഴിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 99.26% തുകയും ചിലവഴിച്ചു. പദ്ധതി തുക ചിലവഴിച്ചതിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലയും സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്തെത്തി. മുൻ വർഷത്തെ കണക്കെടുത്താൽ പദ്ധതി പ്രവർത്തനങ്ങളിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ബഹുദൂരം മുന്നിലാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ 99% മുകളിൽ പദ്ധതി ചെലവ് കൈവരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. 1996-97 സാമ്പത്തിക വർഷത്തിന് ശേഷം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതി ചെലവ് കൈവരിച്ചാണ് ഈ വർഷം 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. റോഡ് ഇനത്തിലും റോഡ് ഇതര വിഭാഗത്തിലുമുള്ള മെയിന്റനൻസ് ഗ്രാന്റ് പൂർണ്ണമായും ചെലവഴിച്ചു. സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണങ്ങളും വിവിധ സാങ്കേതിക തടസ്സങ്ങളുമെല്ലാം മറികടന്ന് ഇത്രയും തുക ചെലവഴിക്കാൻ കഴിഞ്ഞത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ജില്ല കൈവരിച്ച വലിയ റെക്കോർഡാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ 3ാമത്തെ ജില്ലയും ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ മലപ്പുറത്ത് പദ്ധതി ചെലവുകൾ കാര്യക്ഷമമായും സമയബന്ധിതമായും നടത്താൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്തും ജില്ലാ ആസൂത്രണ സമിതിയും നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും മികച്ച ഇടപെടലുകളുടെയും ഫലമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായ ജില്ലാ ആസൂത്രണ സമിതി ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി പ്രവർത്തനങ്ങളിൽ കൃത്യമായ മോണിറ്ററിംഗ് ആണ് നടത്തിയിരുന്നത്. പദ്ധതി രൂപീകരണം മുതൽ നിർവഹണം പൂർത്തിയാക്കുന്നത് വരെ നിരന്തരമായ റിവ്യൂ മീറ്റിംഗുകളിലൂടെ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകി. ജില്ലാ പഞ്ചായത്തുകളിൽ പൊതുവിഭാഗം സാധാരണ വിഹിതത്തിൽ 96.48% മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചിലവഴിച്ചത്. ജില്ല മികച്ച നേട്ടം കൈവരിച്ചതിന് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളെയും നിർവഹണ ഉദ്യോഗസ്ഥരെയും DPO ഉൾപ്പെടെയുള്ള ജില്ലാ ആസൂത്രണ സമിതി ഉദ്യോഗസ്ഥരെയും DPC അധ്യക്ഷ കൂടിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അഭിനന്ദിച്ചു. വിളർച്ചയുമായി ബന്ധപ്പെട്ട് വനിതകൾക്കിടയിൽ കണ്ടെത്തിയ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുതിയ പദ്ധതിയുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ആരോഗ്യ 2025 എന്ന പേരിൽ പഞ്ചായത്തിൽ ആരംഭിച്ച പോഷകാഹാര പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനു മോൾ ഉദ്ഘാടനം ചെയ്തു. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി 15-നും 50-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കിടയിൽ രക്തപരിശോധനാ സർവേ നടത്തിയിരുന്നു. ഈ സർവേയിലൂടെ HP ലെവൽ 9.4-ന് താഴെയായി കണ്ടെത്തിയവർക്കായാണ് പോഷകാഹാര കിറ്റ് നൽകിയത്. റാഗി, ശർക്കര, ചെറുപയർ, മുതിര, കപ്പലണ്ടി, ഉണക്കമുന്തിരി എന്നിവയടങ്ങിയ കിറ്റാണ് പോഷകാഹാരമായി നൽകുന്നത്. ജനകീയാസൂത്രണം 2024-2025 വനിതാ ഘടക പദ്ധതിയിൽ 1,98,000 രൂപ വിനിയോഗിച്ച് 200 വനിതകൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. വിളർച്ചാരോഗരഹിത പഞ്ചായത്തായി മാറ്റുന്നതിനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ആ പദ്ധതി പ്രവർത്തനങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. ബഡ്ജറ്റിംഗ് വരുമ്പോൾ എങ്ങനെയാണ് വനിതാ നിലവാരത്തിലുള്ള ബഡ്ജറ്റ് അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചോ എന്നുള്ള വിശകലനം നടത്തുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനകത്ത് 100% എത്താൻ കഴിയുന്നില്ല എന്നുള്ള പരാമർശം സർക്കാരിന്റെ ഭാഗമായി തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളടക്കം പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാറ്റണം. ഇവിടെ നമുക്ക് ഇവയുടെ പ്രവർത്തനം നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഡോക്ടേഴ്സ്, അവരുടെ സംഘം, ICDSന്റെ ജില്ലാ വനിതാ ഓഫീസർ എന്ന നേതൃത്വത്തിലുള്ള അവരുടെ സംഘം ജില്ലയിലെ ഇങ്ങനെ ഒരുപാട് കൂട്ടായ്മകളുടെ ഭാഗമായി നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തത് തന്നെ മനസ്സിലാക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ഹരിദാസൻ, K സുമതി, മെമ്പർമാരായ KK ലിനി,
എസ് രാജശ്രീ, പി പ്രിയ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യഹ്യ ബാബു, ICDS സൂപ്പർവൈസർ AS ജിസ, JPHN PT മഞ്ജു എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളിൽ കൂടി കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. സ്ഥലം ഏറ്റെടുത്ത് നൽകിയ കൊപ്പം മുതുതല പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ കളിസ്ഥലങ്ങൾ ഒരുങ്ങുന്നത്. ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രൗണ്ടുകൾ നിർമ്മിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള 50 ലക്ഷം രൂപയും കായിക വകുപ്പ് അനുവദിച്ചിട്ടുള്ള 50 ലക്ഷം രൂപയും ചേർന്ന് 1 കോടി രൂപയാണ് ഒരു ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി അനുവദിച്ചിട്ടുള്ളത്. യുവജന കായിക മന്ത്രാലയത്തിന് കീഴിലെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത്. കായിക സംസ്കാരത്തിന് യുവതലമുറയെ ആപത്കരമായി ബാധിക്കുന്ന രാസലഹരി അടക്കമുള്ള മയക്കുമരുന്ന് വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിന് കഴിവുണ്ടെന്ന് പദ്ധതി പ്രദേശം സന്ദർശിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ പഞ്ചായത്തുകളിൽ മൈതാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും MLA പറഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ കൊപ്പം പഞ്ചായത്തിലെ ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് തരാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും സ്ഥലം ഏറ്റെടുത്ത് തരികയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി MLA ഫണ്ടിൽ 50 ലക്ഷം നേരത്തെ അനുവദിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് കൂടി ആ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് 50 ലക്ഷം കൂടി അനുവദിച്ച് 1 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ കൊപ്പം ഗ്രൗണ്ട് നവീകരണമായിട്ട് നടക്കാൻ പോവുകയാണ്. ഇവിടെ ഫുട്ബോൾ അടക്കമുള്ള വിവിധ ഇനം സ്പോർട്സ് കളികൾ നടത്താൻ കഴിയുന്ന രീതിയിൽ ഗാലറി അടക്കം ഫെൻസിംഗ് ഒക്കെ ചെയ്ത് ഗ്രൗണ്ട് നവീകരിച്ച് മനോഹരമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കൊപ്പത്ത് 1 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ മുതുതല ഗ്രാമപഞ്ചായത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിലും ഒക്കെ ഈ പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. വിളയൂർ സ്ഥലം ഏറ്റെടുത്ത് നൽകുന്ന പ്രവർത്തനം നടക്കുകയാണ്. സ്ഥലം ഏറ്റെടുത്ത് തന്നാൽ വിളയൂരും വേഗത്തിൽ ആരംഭിക്കും. മുതുതല പഞ്ചായത്തിൽ കൂടി ഇപ്പോൾ സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടക്കാൻ പോവുകയാണ്. നമുക്ക് അറിയാം, നേരത്തെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ഗ്രൗണ്ട് നവീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം പട്ടാമ്പിയിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ചുരുളിപ്പറമ്പ് ഗ്രൗണ്ടും ശങ്കരമംഗലം ഗ്രൗണ്ടും ഇത് രണ്ടും നമ്മൾ നവീകരിച്ച് പൂർത്തീകരിച്ചു. ഇതിനു ശേഷമാണ് കൊപ്പത്തും വിളയൂരിലും മുതുതലയിലും ഗ്രൗണ്ട് നവീകരിക്കാൻ ഫണ്ട് 1 കോടി രൂപ വീതം 3 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. മയക്കുമരുന്ന് അടക്കമുള്ളതിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നതിന് പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനമാണ് ഗ്രൗണ്ടുകൾ എന്ന് കണ്ടെത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തുകളോടും അതുപോലെ തന്നെ ക്ലബ്ബുകളോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പരമാവധി പൊതു ഇടങ്ങൾ സ്ഥലം ലഭ്യമാക്കി തരികയാണെങ്കിൽ അവിടെ MLA ഫണ്ടും സർക്കാർ ഫണ്ടും വെച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുകേഷ്, വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ രാജൻ, ഷൺമുഖൻ, ഉഷ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണപുരം VTB കോളേജിൽ ഭരണനിർവഹണത്തിനായി നിർമ്മിച്ച 2 നില കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 5000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് സ്കിൽ ഗ്യാപ്പ് നികത്താൻ കഴിയുന്ന വിധത്തിൽ സ്കിൽ കോഴ്സുകൾ ക്യാമ്പസുകളിൽ സാധ്യമാക്കുകയും സ്കിൽ കോഴ്സുകൾക്ക് കൂടി ക്രെഡിറ്റ് നൽകുകയും പ്രായോഗിക പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ളടക്കം തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സമീപനം. മറുവശത്ത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനം. അങ്ങനെ വിമുഖമായിട്ടുള്ള ഒരു സമീപനത്തോടെയാണ് 4 ഇയർ UG പ്രോഗ്രാം രൂപീകരിച്ചിട്ടുള്ളത്. ചില വിദ്യാർത്ഥികൾക്ക് ആഴത്തിൽ മണ്ണൊരുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ അഗ്രഗാമിയായി മുന്നിൽ നടന്ന VT ഭട്ടതിരിപ്പാടിന്റെ നാമധേയത്തിലുള്ള ഈ കലാലയത്തിൽ വരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. K. പ്രേംകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷനായി. മാനേജർ MK നാരായണൻ നമ്പൂതിരി, പ്രിൻസിപ്പൽ സരിത നമ്പൂതിരി, സുധാകരൻ മൂർത്തിയടം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, അസിസ്റ്റന്റ് പ്രൊഫസർ K. സന്ദീപ്, പഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, PTA വൈസ് പ്രസിഡന്റ് സുനിൽ, അമൃത S. കൃഷ്ണൻ, കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സാഹിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയരാമൻ നമ്പൂതിരി, N. സത്യഭാമ എന്നിവർ സംസാരിച്ചു. ഇടവേള.
വാർത്തകൾ തുടരുന്നു. വിവിധ കാരണങ്ങളാൽ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 25 പേർക്ക് ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകും. ഏപ്രിൽ 12 വൈകിട്ട് 4 മണിക്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപം നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ശാരീരിക പ്രയാസങ്ങളാലും അപകടങ്ങളാലും നടക്കാനാവാത്തവർക്കാണ് ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകുന്നത്. പട്ടാമ്പിയിൽ നിന്ന് മാത്രം ലഭിച്ച 40-ലധികം അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 25 പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീൽ ചെയറുകൾ നൽകുക. ബാക്കിയുള്ള അപേക്ഷകർക്ക് പിന്നീട് നൽകുമെന്നും വീൽചെയർ ലഭിച്ച പലരും സ്വയം തൊഴിലുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്നും ചർക്ക ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷക്കാലമായി സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. ചെറിയ ചെറിയ ഇടപെടലുകളൊക്കെ സമൂഹത്തിൽ നടത്താൻ ശ്രമിക്കുന്ന 1300ഓളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ്. ആ സംഘടന അതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ചർക്കയുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ശാരീരിക പ്രയാസം കൊണ്ട് നടക്കാൻ പറ്റാതെ, ജന്മനാ തന്നെ നടക്കാൻ പറ്റാത്ത പ്രയാസമുള്ള, അതുപോലെ തന്നെ അപകടങ്ങളെ തുടർന്ന് നടക്കാൻ പറ്റാത്ത പ്രയാസമുള്ള ആളുകൾക്ക് ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ നൽകുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ചർക്ക പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 39 ഇലക്ട്രിക്കൽ വീൽ ചെയറുകളാണ് ചർക്ക നൽകിയിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ പല ഭാഗത്തും, മലപ്പുറം ജില്ലയിലും പട്ടാമ്പിയിലും ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലും അതുപോലെ എറണാകുളത്ത് ഉൾപ്പെടെ 39 ഇലക്ട്രിക്കൽ വീൽ ചെയറുകളാണ് ഇതിനോടകം നമുക്ക് നൽകാൻ സാധിച്ചത്. പ്രധാനമായും ഈ ചർക്കയിലുള്ള മെമ്പർമാരുടെ ചെറിയ വരിസംഖ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. കഴിഞ്ഞ മാസം ആമയൂരിൽ വെച്ച് സ്നേഹകാര്യം എന്ന പരിപാടി നടത്തിയും വ്യക്തികളുടെ സംഭാവനയും സ്വരൂപിച്ചാണ് വീൽചെയറുകൾ ഒരുക്കാനുള്ള പണം സ്വരൂപിച്ചതെന്നും ചർക്ക നിലവിൽ 39 വീൽചെയറുകൾ നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. 12 വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി കെ ശ്രീകണ്ഠൻ MP, നജീബ് കാന്തപുരം MLA, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുൻ MLA CP മുഹമ്മദ്, CMA കരീം, CV ബാലചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി, കമ്മുക്കുട്ടി എടത്തൂൾ, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, KP വാപ്പുട്ടി, KR നാരായണസ്വാമി, അഡ്വക്കേറ്റ് രാംദാസ്, ഗീതാ മണികണ്ഠൻ, ജിതേഷ് മോഴിക്കുന്നം, KT സൈറൂഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ചെത്തല്ലൂർ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലകളുടെ സംഗമം നിറച്ചാർത്തായി. രാവിലെ വടക്കൻ ദേശവേല സമർപ്പിക്കുന്ന ആറാട്ട്, തിരുവല്ല രാധാകൃഷ്ണമാരാർ, ചെർപ്പളശ്ശേരി രാജേഷ് എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളം, ആനയുടെ അകമ്പടിയിൽ തിരിച്ചെഴുന്നള്ളിപ്പ്, ഓട്ടൻതുള്ളൽ എന്നിവ നടന്നു. വൈകിട്ട് വടക്കൻ, തെക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ, മണപ്പുള്ളിത്തറ, മണലുംപുറം, ആറ്റാശ്ശേരി, തൃപ്പലിക്കൽ, വടക്കൻ വെളിനേഴി, കുറ്റാനശ്ശേരി എന്നീ ദേശവേലകളുടെ ഗ്രാമപ്രദക്ഷിണം വർണ്ണാഭമായി. ക്ഷേത്രപ്രദക്ഷിണം, പൂരം കൊട്ടിയിറങ്ങൽ, ശിവശൈലേശ്വരൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ്, പൂരപ്പറമ്പിൽ കൂട്ടിയെഴുന്നള്ളിപ്പ്, ഗുരുവായൂർ ക്ഷേത്രം വാദ്യകലാവിദ്യാലയം അവതരിപ്പിച്ച പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ വടക്കേ നടയിലൂടെ തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി. വ്യാഴാഴ്ച വൈകിട്ട് തൂതപ്പുഴയിലെ അത്തിപ്പറ്റ ആറാട്ടുകടവിൽ നടന്ന ആറാട്ട് ചടങ്ങോടെ ഉത്സവം സമാപിച്ചു. തന്ത്രി തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരി, മേൽശാന്തി കറുത്തേടത്തെ ശങ്കരനാരായണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കാഴ്ചവിരുന്നായി എളമ്പുളശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നായി 17 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് 4-ന് കാളവേലയിളക്കൽ, ദേശവേലയിളക്കൽ, തുടർന്ന് ദേശവേലകളുടെ സംഗമം എന്നിവ നടന്നു. ക്ഷേത്രത്തിന് അഭിമുഖമായി ദേശപൂരങ്ങൾ ഗജവീരന്മാരെ അണിനിരത്തി നിരന്നത് നിറക്കാഴ്ചയായി.
ദേശപൂരങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തിയതോടെ ദേവസമ്മേളനത്തോടെ പൂരം കൊട്ടി അവസാനിപ്പിച്ചു. ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന അറബിത്തങ്ങൾ ഉപ്പാപ്പ മഖാമിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് ദിക്ർ വാർഷിക ദുആ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ജുമാ നമസ്കാരത്തിന് ശേഷം കൊടിയേറ്റം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് സാലിമി അറബിത്തങ്ങൾ ഉപ്പാപ്പയുടെ പേരിൽ വർഷം തോറും നടത്തിവരുന്ന മഖാം ദിക്ർ വാർഷിക ദുആ സമ്മേളനമാണ് ഏപ്രിൽ 11 മുതൽ 20 വരെ നടക്കുന്നത്. 11 വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം കൊടിയേറ്റവും തുടർന്ന് കൂട്ട സിയാറത്തും നടക്കും. 12 ഖതമുൽ ഖുർആൻ, 13 മൗലീദ് പാരായണം, 14 വൈകിട്ട് മണ്ടക്കരി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വനിതാ സംഗമം, 15 കച്ചേരിക്കുന്ന AMLP സ്കൂളിൽ യൂത്ത് മീറ്റ് എന്നിവ നടക്കും. ലഹരി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിട്ടുണ്ട്. 16 വൈകിട്ട് കച്ചേരിക്കുന്ന അലൈൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കുടുംബസംഗമം PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഓണംപുള്ളി മുഹമ്മദ് ഫൈസി പ്രഭാഷണം നടത്തും. 17 മതപ്രഭാഷണം, 18 മജ്ലിസുന്നൂർ എന്നിവയും 19 മാനവ മൈത്രി സംഗമവും നടക്കും. എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മാനവ മൈത്രി സംഗമം ഉദ്ഘാടനം ചെയ്യും. 20 ദുആ മജ്ലിസ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത മുസവറ അംഗം കോറാട് ഉസ്താദ് ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകും. അൻവർ ഫൈസി തിരൂർക്കാട് ആമുഖ പ്രഭാഷണം നടത്തും. രാത്രി 7 മണി മുതൽ ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനവും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന് മഹല്ല് ജമാഅത്തിൻ്റെ കീഴിൽ അറബിത്തങ്ങൾ ഉപ്പാപ്പ സാലിമി അറബിത്തങ്ങൾ ഉപ്പാപ്പ മക്കാം നേർച്ച ഈ വരുന്ന ഏപ്രിൽ 11 മുതൽ 20 വരെ നടന്നുകൊണ്ടിരിക്കുക. ഈ നാട്ടിലെ ജാതി ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഒരു ആശാ കേന്ദ്രമാണ് അറബി തങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എല്ലാ ആളുകളും ഉപ്പാപ്പയുടെ അടുക്കൽ വന്ന് ജാറ മൂടിയും അതുപോലെ തന്നെ അവിടേക്ക് നേർച്ചകളും മറ്റൊക്കെ സംഭാവന ചെയ്തും അവർ അകപ്പെടുന്ന വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും മറ്റൊക്കെ അവർ പരിഹാരം കണ്ടെത്താറുണ്ട്. അൽഹംദുലില്ലാ അവരുടെ നേർച്ച വളരെ അതിഗംഭീരമായി കച്ചേരിക്കുന്ന് മഹല്ല് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഈ അവസരത്തിൽ ഏപ്രിൽ 11 മുതൽ 20 വരെ നടക്കുന്ന പരിപാടികൾക്ക് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സംഘാടക സമിതി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി, കൺവീനർ ഹംസ ഹാജി പറക്കാടൻ, മഹല്ല് ഖത്തീബ് അഫ്ലഹ് തങ്ങൾ ഹുദവി, അബ്ദുറബ് പാക്കറത്ത്, സിദ്ദിഖ് പറക്കാടൻ, VT ഷറഫുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തോട്ടം തൊഴിലാളികൾ സംഗമിച്ചപ്പോൾ അത് പകർന്നത് വേറിട്ട അനുഭവം. കരുവാരക്കുണ്ട് പാന്ത്ര സുൽത്താന എസ്റ്റേറ്റിൽ 70 വർഷം മുമ്പ് വരെ ജോലി ചെയ്തവരാണ് വ്യത്യസ്തമായ സംഗമം നടത്തിയത്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 300ഓളം പേർ സംഗമത്തിന്റെ ഭാഗമായി. പാന്ത്ര സുൽത്താന എസ്റ്റേറ്റിന് 150 വർഷത്തിലധികം പഴക്കമുണ്ട്. ഒരു കാലത്ത് തോട്ടം മേഖലയിൽ ജോലി തേടി കുടിയേറി എത്തിയവരാണ് മിക്ക തൊഴിലാളികളും. അന്നു തൊട്ട് ഇന്ന് വരെ ഇവിടെ ജോലി ചെയ്ത ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തൊഴിലാളികളാണ് സംഗമം നടത്തിയത്. പലരും ഇവിടെ ജനിച്ച് വളർന്നവരുമാണ്. സംഗമത്തിന് എത്തിയവർക്ക് എസ്റ്റേറ്റ് അന്തരീക്ഷം സമ്മാനിച്ചത് ഗൃഹാതുരമായ ആ നല്ല ഓർമ്മകളും. ആധുനികമായ ചില മാറ്റങ്ങൾ പരിസരത്ത് ഉണ്ടായത് ഒഴിച്ചാൽ ഓർമ്മകൾക്ക് മായ്ക്കാനാകാത്ത ആ നല്ല നിമിഷങ്ങൾ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്നതായി പലർക്കും തോന്നി. ഞങ്ങൾക്ക് അഭിമാനിക്കാൻ ഈ മാനേജ്മെന്റിനോടും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം ഇന്ന് ഇത് വെട്ടിമുറിച്ച് ചിന്ന ഭിന്നമാകാതെ ഇന്നും നിലനിന്ന് പോകുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ പേരക്കുട്ടികൾക്കും ഇവിടെ വരാനും ഇത് കാണാനും ആസ്വദിക്കാനും ഞങ്ങൾക്ക് അവസരം തന്ന മാനേജ്മെന്റിനോടും അതുപോലെ ഇവിടുത്തെ അതിൻ്റെ സ്റ്റാഫിനോടും നിലവിലുള്ള സൂപ്രണ്ടിനോടും സ്റ്റാഫ് അംഗങ്ങളോടും പിന്നെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആളുകളെല്ലാം അത്രയും വിനയത്തോടുകൂടി കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പുതുതലമുറയിൽപ്പെട്ടവർ ബന്ധുക്കളായി എത്തിയെങ്കിലും പഴയ തലമുറകൾക്കൊപ്പം ഒരു ദിവസം ചിലവഴിക്കാനായത് വേറിട്ട അനുഭവം തന്നെ പകർന്നു. പാട്ടുപാടിയും രസകരമായ അനുഭവങ്ങൾ പങ്കുവച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും അവർ സംഗമത്തെ ആഘോഷഭരിതമാക്കി.
വരും വർഷങ്ങളിലും കൂടുതൽ പങ്കാളിത്തത്തോടെ സംഗമം നടത്തുമെന്ന് മുഖ്യ സംഘാടകൻ കെ റഷീദ് പറഞ്ഞു. സൂപ്പർ സാറിനോട് പറഞ്ഞെന്താണെന്നറിയോ, റഷീദ് കമ്പനിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് റഷീദിന് എന്ത് ഹെൽപ്പാണോ വേണ്ടത്, എന്ത് സഹകരണമാണോ റഷീദിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. റഷീദിൻ്റെ ഒപ്പം കൂടെ നിന്ന് ഞാൻ സഹകരിച്ച് ഞാൻ തരാമെന്ന്. ആ സാറ് ഈ നിമിഷം വരെ എൻ്റെ ഒപ്പം എനിക്ക് ഇതിന് വേണ്ട ഓരോ ഊർജ്ജം തന്നത് സാറ് തന്നെയാണ്. അത് പ്രത്യേകം എടുത്ത് പറയണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ പരിപാടിക്ക് ഞാൻ വിളിച്ചപ്പോൾ ഇത്രയും ഞാൻ സത്യത്തിൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു പരിപാടിക്ക് പ്ലാൻ ചെയ്തപ്പോൾ ഈ ജനങ്ങളെല്ലാം എന്നോട് സഹകരിച്ച് ഇത്രയും വിജയമാക്കി തരും എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് തീരാത്ത നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. എസ്റ്റേറ്റ് മാനേജ്മെന്റും സംഗമത്തിന് മികച്ച പിന്തുണ നൽകി. സംഗമമാണ് ഇവിടെ നടക്കുന്നത്. അതിലൊരുവിധം കുടുംബങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 250ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ഒരു ഇതായിരുന്നു. മാനേജർ MG മനോജ്, സൂപ്പർവൈസർ ബേബി, കെ റഷീദ്, പാങ്ങാടൻ ഖാദർ, മാടശ്ശേരി മൂസ, സക്കീർ മാടശ്ശേരി, കെ ബഷീർ തുടങ്ങിയവരാണ് സംഗമത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്. മണ്ണാർക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിലിൻ്റെ നേതൃത്വത്തിൽ യുവതികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന സമഗ്ര പദ്ധതിയുടെ കീഴിലുള്ള ഫാമിലി എംപവർമെൻറ്റ് മിഷൻ കോൺവെക്കേഷൻ നടത്തി. നിർധന കുടുംബങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി ലക്ഷ്യമാക്കി ഫാമിലി എംപവർമെൻറ്റ് മിഷൻ്റെ കീഴിലാണ് വിവിധ തൊഴിൽ പരിശീലനം നൽകുന്നത്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ജൻശിക്ഷൻ സംസ്ഥാൻ പാലക്കാടിൻ്റെ സഹകരണത്തോടെ ഇതിനകം 300 യുവതികൾക്ക് വിവിധ മേഖലകളിൽ സ്വയം തൊഴിലുകളിൽ പരിശീലനം നൽകി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന രണ്ടാമത് കോൺവെക്കേഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചതെല്ലാം നമുക്ക് തന്നു. സ്ത്രീ സമൂഹത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ രാജ്യവും നമ്മുടെ ഗ്രാമങ്ങളും നമ്മുടെ നാട്ടിലുള്ള വനിതാ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മത സാമുദായിക സംഘടനകളൊക്കെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാലത്തിന് അനുസൃതമായിട്ട് ഇപ്പോഴും സ്ത്രീ സമൂഹം വലിയ തരത്തിലേക്കുള്ള നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ശാക്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലേക്കുന്ന ഒരു യാത്ര. ഒരടിമത്ത ബോധം സ്ത്രീകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഒരു തോന്നൽ അത് നമ്മുടെ സമൂഹത്തിൽ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെ ഭരണവും അടുക്കള ഭരണവും വീട്ടിലെ മക്കളുടെ പരിപാലനവും മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ വനിതാ സമൂഹം വ്യാപകമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മണ്ണാർക്കാട് NIT ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ ബാഗ് നിർമ്മാണം, ആഭരണ നിർമ്മാണം, ടെക്സ്റ്റൈൽസ് പ്രിന്റിംഗ്, എംബ്രോയിഡറി എന്നിവയിൽ പരിശീലനം പൂർത്തിയാക്കിയ 80 പേർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. കുമരമ്പത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജൻശിക്ഷൻ സംസ്ഥാൻ പ്രോഗ്രാം ഓഫീസർ അഭിഷായ് പദ്ധതി വിശദീകരിച്ചു. സമഗ്ര ഡയറക്ടർ സഹദ് അരിയൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഇന്ദിര മടത്തുംപള്ളി, സമഗ്ര കോർഡിനേറ്റർമാരായ മുജീബ് മല്ലിയിൽ, നൌഷാദ് വെള്ളപ്പാടം, ഷമീർ പഴേരി, ഫെം കോർഡിനേറ്റർ ഷെരീഫ് പച്ചേരി, അധ്യാപികമാരായ സുജിമോൾ, അനഘ എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭ SC/ST വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. നഗരസഭ ചെയർമാൻ പി ഷാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഉന്നത പഠനം നടത്തുന്ന SC വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ പി ഷാജി ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തെ, അതേപോലെ തന്നെ പട്ടികജാതി വികസന മേഖലയിലെ പ്രവർത്തനത്തിലെയും ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഈ മേഖലയിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്തുകൊണ്ട് മാത്രം 200ഓളം കുട്ടികളുടെ അവരുടെ പഠന നിലവാരം ഉയർത്താൻ നമുക്കായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ഒരു പഠന രീതി, അതേപോലെ തന്നെ നിലവിലുള്ള പഠന രീതിയും വിത്തൗട്ട് ലാപ്ടോപ്പ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇത് സാധാരണക്കാരായ ഒരാൾക്ക് അത്ര പ്രാപ്യമല്ല. പണം കൊടുത്ത് വാങ്ങുക എന്നുള്ളത് അത്ര ഈസി അല്ല. അവിടേക്കാണ് നഗരസഭയുടെ ഒരു സഹായം ലഭ്യമാകുന്നത്. പട്ടികജാതി മേഖലയിൽ തന്നെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ പഠനമുറികൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് ചെയർമാൻ സ്കോളർഷിപ്പ് പോലെയുള്ള പദ്ധതികളിൽ
പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക റിസർവേഷൻ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇത്തരമൊരു പ്രവർത്തനം കൂടി നമ്മൾ നടത്തുന്നത്. 2023-24 വാർഷിക പദ്ധതികളിലായി 15.5 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയത്. 44 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ എ നസീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ അമ്പിളി മനോജ്, മൻസൂർ നെച്ചിയിൽ, കൗൺസിലർമാർ, SC പ്രൊമോട്ടർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭ അരയ്ക്ക് താഴെ തളർന്നവർക്ക് ഇലക്ട്രിക് വീൽ ചെയർ നൽകി. ചെയർമാൻ പി ഷാജി വിതരണം നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്കും അരക്കു താഴെ തളർന്നവർക്കും പെരിന്തൽമണ്ണ നഗരസഭ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. പദ്ധതിയുടെ ഭാഗമായി അരക്കു താഴെ തളർന്നവരിൽ ഇലക്ട്രിക് വീൽ ചെയർ ആവശ്യമുള്ള 3 പേർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകി. നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ്, മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, നഗരസഭാ സെക്രട്ടറി മിത്രൻജി, ICDS സൂപ്പർവൈസർ സൈനബ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെരിന്തൽമണ്ണ നഗരസഭ ഭിന്നശേഷി സൗഹൃദ നഗരസഭയാണ്. അങ്ങനെ പേര് വരാൻ കാരണം അവർക്കായി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ മറ്റുള്ളവർ ഏറ്റെടുത്തതുകൊണ്ടാണ്, മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. അതിന് മറ്റൊരു മാതൃകയാണ് ഇപ്പോൾ നമ്മളിവിടെ സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി 11 പേർ ഉൾപ്പെടുത്തി അവർക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. ഇലക്ട്രിക് സ്കൂട്ടർ വിതരണം ചെയ്തതിൻ്റെ ഭാഗമായി അവരുടെ ജീവിതത്തിൽ അവർക്ക് ജോലി എളുപ്പമാക്കാൻ കഴിഞ്ഞു. അവർ ചെയ്യുന്ന ജോലിക്ക് എളുപ്പമാകാൻ പറ്റി. സഞ്ചാരം കുറച്ച് കൂടുതൽ എളുപ്പമാക്കാൻ കഴിഞ്ഞു. മറ്റ് പല ആളുകളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ ജോലി ചെയ്യാനും സഞ്ചരിക്കാനും ഒക്കെ സാഹചര്യം ഉറപ്പാക്കി. ഈ ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ളത് എല്ലാവർക്കും പ്രായോഗികമല്ല ഭിന്നശേഷിയിൽ തന്നെ. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ പറ്റാത്ത ആളുകൾ അവരെ നമ്മൾ കണ്ടെത്തിയ തവണ ഇലക്ട്രിക് വീൽ ചെയർ കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം പുഷ്ടിപ്പെടുത്താൻ, കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഒരു ഇടപെടലാണ് ഈ ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്നതോടുകൂടി നഗരസഭ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റ് വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. പ്രമുഖ ബ്രാൻഡുകളുടെ ഫാൻസി LED ലൈറ്റുകളുടെ വൻശേഖരവുമായി ലൈറ്റെക്സ് ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻ ചെർപ്പളശ്ശേരി മഞ്ചക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചു. BKR ബേക്കറിക്ക് മുകളിൽ ആരംഭിച്ച സ്ഥാപനം നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ വീടുകളും ഓഫീസുകളും അലങ്കൃതമാക്കാനും കൂടുതൽ നിറം പകരാനും LED ഫാൻസി ലൈറ്റുകളുടെയും മറ്റ് വിവിധതരം ലൈറ്റുകളുടെയും വൻ ശേഖരവുമായാണ് ലൈറ്റെക്സ് ദ കംപ്ലീറ്റ് ലൈറ്റ്നിംഗ് സൊല്യൂഷൻ ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡിൽ മഞ്ചക്കല്ലിൽ BKR ബേക്കറിക്ക് മുകളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. നെല്ലായ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെർപ്പളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് KA ഹമീദ്, മാനേജ്മെന്റ് പ്രതിനിധികൾ, മറ്റ് സാമൂഹിക രംഗത്തെ പ്രമുഖർ, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വീടുകൾ, ഓഫീസുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ അലങ്കൃതമാക്കാനും വെളിച്ചം പകരാനുമായി വ്യത്യസ്തവും മനോഹരവുമായ LED ലൈറ്റുകളുടെയും ഫാൻസി ലൈറ്റുകളുടെയും വിസ്മയ ശേഖരമാണ് ലൈറ്റെക്സിൽ ഒരുക്കിയിട്ടുള്ളത്.
വിവിധതരം വലുപ്പത്തിലും വർണ്ണത്തിലും ആധുനിക ഡിസൈനുകളിലുമുള്ള ഇമ്പോർട്ടഡ് ഫാൻസി ലൈറ്റ്, വാൾ ഫിറ്റിംഗ്, പാനൽ ലൈറ്റ് തുടങ്ങിയവയുടെ വ്യത്യസ്ത കളക്ഷനുകളും വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അനുയോജ്യമായ ക്രിസ്റ്റൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ട്രാക്ക് ലൈറ്റ്, ഗേറ്റ് ലൈറ്റ് എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനും ഇവിടെയുണ്ട്. പ്രമുഖ ബ്രാൻഡുകളുടെ ഗ്യാരണ്ടിയും ഗുണമേന്മയുമുള്ള LED ഫാൻസി ലൈറ്റുകൾ, കൂടാതെ പൊതുയിടങ്ങളിൽ ഉപയോഗിക്കാവുന്ന മാസ്റ്റ് ആൻഡ് മിനി മാസ്റ്റ് LED ലൈറ്റുകളും ഇവിടെ ലഭ്യമാണ്. എല്ലാം സാധാരണക്കാരുടെ ബജറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. മാർക്കറ്റ് വിലയേക്കാൾ 75% വരെ വിലക്കുറവിൽ വിഷു പടക്കങ്ങൾ ലഭ്യമാക്കി ഇത്തവണയും അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പടക്കച്ചന്ത. അലനല്ലൂരിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച പടക്കച്ചന്ത പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷുവും ആഘോഷമാക്കാൻ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി. മാർക്കറ്റ് വിലയേക്കാൾ 75% വരെ വിലക്കിഴിവിലും ലാഭമീടാക്കാതെ കമ്പനി നൽകുന്ന അതേ വിലയിലുമാണ് ഇത്തവണ പടക്കങ്ങൾ നൽകുന്നത്. ഇന്ത്യയിലെ പ്രമുഖ പടക്ക നിർമ്മാണ കമ്പനിയായ അജന്തയുടെ വിവിധതരം പടക്കങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന അപകടമില്ലാത്ത ആധുനിക രീതിയിലുള്ള പടക്കങ്ങളും ചന്തയിലുണ്ട്. അലനല്ലൂരിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ചന്ത പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത്. അത് പരമാവധി അലനല്ലൂരിലെ ആളുകൾ ഇതിനോട് സഹകരിച്ച് പരമാവധി വിഷുക്കാലം അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനോടൊപ്പം തന്നെ ഇതിനോട് സഹകരിച്ചുകൊണ്ട് ഇത് അലനല്ലൂരിലെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പടക്കച്ചന്ത ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. PPK അബ്ദുറഹ്മാനിൽ നിന്നും മുൻ ഡയറക്ടർ PM സുരേഷ് കുമാർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. എല്ലാ ആഘോഷങ്ങളിലും ഉണ്ടാവുന്ന വിലക്കയറ്റം തടയാൻ ഇതുപോലെയുള്ള ചന്തകൾ വർഷാവർഷവും ബാങ്ക് ആരംഭിക്കാറുണ്ടെന്ന് സെക്രട്ടറി P ശ്രീനിവാസൻ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 100% വരെ വിലക്കിഴിവ് പടക്കങ്ങൾക്കുണ്ടെന്ന് സെക്രട്ടറി അറിയിച്ചു. ഏറ്റവും നല്ല പടക്കങ്ങൾ കമ്പനി വിലയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വിലയ്ക്ക് വിതരണം ചെയ്യുന്നതിനുള്ളൊരു ആസൂത്രണമാണ് ബാങ്കിന്റെ ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ സമൂഹത്തിൽ ഏത് ഉത്സവം വന്നാലും പൊതു മാർക്കറ്റിലൊക്കെ തന്നെ ക്രമാതീതമായി വില വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം പൊതു മാർക്കറ്റിലെ വിലയേക്കാൾ വലിയ വ്യത്യാസത്തിൽ 100% തന്നെ ചില കാര്യങ്ങളുടെ വിലക്കുറവുണ്ട്. സെയിൽസ് ഓഫീസർ അഷ്റഫ്, ഓഡിറ്റർ രഞ്ജിത്ത്, ബാങ്ക് ഡയറക്ടർമാരായ T രാജകൃഷ്ണൻ, K സൈദ്, ജീവനക്കാരായ E രവീന്ദ്രനാഥ്, K പ്രതീഷ്, രഞ്ജിത്ത്, P നജീബ്, P കുഞ്ഞൻ, TK മൻസൂർ, മുസ്തഫ, സഹകാരികളായ A വിനോദ്, അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. 13-ാം തീയതി ഞായറാഴ്ച വരെയാണ് ചന്ത പ്രവർത്തിക്കുക. ഗുണമേന്മയുള്ള പടക്കങ്ങൾ വിലക്കുറവിൽ നൽകിക്കൊണ്ട് ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വിഷു പടക്കച്ചന്ത ആരംഭിച്ചു. ബാങ്കിന്റെ കർഷക ഭവനിലാണ് പടക്കച്ചന്ത പ്രവർത്തിക്കുന്നത്. സാധാരണക്കാർക്ക് ആശ്വാസമായി പൊതുവിപണിയേക്കാൾ പടക്കങ്ങൾ വൻ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ പടക്കച്ചന്ത ആരംഭിച്ചത്. ബാങ്കിന്റെ കർഷക ഭവനിൽ ആരംഭിച്ച ചന്ത മുൻ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ അധ്യക്ഷനായി.
വൈസ് പ്രസിഡന്റ് രാജഗോപാലൻ, ഡയറക്ടർമാരായ ഷറഫുദ്ദീൻ, ശങ്കരൻ, ബാലകൃഷ്ണൻ, സെക്രട്ടറി സൗമ്യ, മാനേജർമാർ എന്നിവർ പങ്കെടുത്തു. V2 ബ്രാൻഡഡ് കമ്പനിയുടെ പടക്കങ്ങളും കമ്പിത്തിരികൾ, മത്താപ്പ്, പൂക്കുറ്റി, മറ്റ് പുതിയതരം ഐറ്റങ്ങൾ എന്നിവ 40% വരെ വിലക്കുറവിൽ പടക്കച്ചന്തയിൽ ലഭിക്കും. 13-ന് വിഷു തലേന്ന് രാത്രി വരെ പടക്കച്ചന്ത പ്രവർത്തിക്കും. സാധാരണക്കാരായ ആളുകൾ വിഷുച്ചന്ത ആകുമ്പോൾ അതിവില കൊടുത്ത് ഈ ചെർപ്പശ്ശേരി ടൗണിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതിന് ഒരു പരിധിവരെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെർപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഇത്തരത്തിലൊരു ചന്ത നടത്തുന്നത്. അതിൽ നമ്മൾ പരമാവധി പുതിയ ഐറ്റങ്ങളും പുതിയ വെറൈറ്റികളും നമ്മൾ പടക്കച്ചന്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അതേപോലെ 100 ഷോട്ടാണെങ്കിലും 60 ഷോട്ടും മറ്റ് വിവിധ തരത്തിലുള്ള പുതിയ ഐറ്റങ്ങളൊക്കെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള V2-ൻ്റെ നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ചെർപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെർപ്പശ്ശേരിയിലെയും പരിസരത്തുള്ള ആളുകളുടെയും പ്രയാസം, ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും, സാധാരണക്കാരായ മുഴുവൻ ആളുകൾക്കും വിഷു ആഘോഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ മിതമായ നിരക്കിൽ പടക്കങ്ങൾ മേടിച്ചു പോകാൻ കഴിയുന്ന രൂപത്തിലാണ് വിഷുച്ചന്ത നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഒപ്പം സർവീസ് സഹകരണ ബാങ്ക് എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിഷുദിനത്തിൽ കൈനീട്ടം നൽകാൻ പുത്തൻ കറൻസികളും നാണയവും ഒരുക്കി അർബൻ ഗ്രാമീൺ സൊസൈറ്റി. മണർക്കാട് കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന പുതിയ കറൻസി വിതരണ ഉദ്ഘാടന ചടങ്ങിൽ ഇടപാടുകാരടക്കം പ്രമുഖർ പങ്കെടുത്തു. വിഷു ആഘോഷിക്കുന്ന മലയാളികൾ ഏറെ പ്രാധാന്യം നൽകുന്ന ചടങ്ങാണ് വിഷു കൈനീട്ടം നൽകൽ. വേനലവധിക്ക് നാട്ടിലെത്തുന്നവരും സ്കൂളുകൾ അടയ്ക്കുമ്പോൾ കുടുംബ വീട്ടിലേക്ക് വിരുന്നു പോകുന്നവർക്കുമെല്ലാം ഏറെ പ്രിയപ്പെട്ട ദിനമാണ് മേടമാസത്തിലെ വിഷു. വലിപ്പച്ചെറുപ്പമില്ലാതെ പ്രായഭേദമന്യേ ഇന്ന് എല്ലാവരും വിഷു കൈനീട്ടം തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നൽകാറുണ്ട്. വിഷുക്കണി ഒരുക്കുന്നതിൽ മലയാളികൾ കാണിക്കുന്ന അതേ താല്പര്യം തന്നെയാണ് കൈനീട്ടത്തിന് പുതിയ കറൻസികളും നാണയവും വേണമെന്ന നിർബന്ധവും. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും വിഷുവിനെ വരവേൽക്കാൻ തങ്ങളുടെ കസ്റ്റമേഴ്സിനുൾപ്പെടെ വളരെ എളുപ്പത്തിൽ ആവശ്യമായ പുതിയ കറൻസികൾ അർബൻ ഗ്രാമീൺ സൊസൈറ്റി എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. പുതിയ കറൻസി വിതരണ ഉദ്ഘാടനം UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ടിൽ നിന്നും കറൻസികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇടപാടുകാരായ കാളിദാസൻ, ഡോക്ടർ ശശികുമാർ, കൽക്കി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നിർവഹിച്ചു. ഓരോ സമയത്തും സീസണലായിട്ട് നമ്മുടെ നാടിന് ആവശ്യമുള്ള, നാട്ടുകാർക്ക് ഗുണപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഫ്രഷ് നോട്ട് വിതരണം. വിഷു അടുക്കാറാവുമ്പോൾ കാശ് തട്ടിക്കൂട്ടിൽ ഈ കൈനീട്ടം കൊടുക്കാനും അതുപോലെ തന്നെ കണി വെക്കാനും ഒക്കെ ആയിട്ട് നോട്ടിന് വേണ്ടി, പുത്തൻ നോട്ടിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ബാങ്കിൽ പോയി നിൽക്കണം. നല്ല സ്വാധീനമുണ്ടെങ്കിൽ മാത്രം കുറച്ച് നോട്ടുകൾ കിട്ടും. അത് ഫ്രഷ് നോട്ട് തന്നെ കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലക്ക് അത്തരം ഓട്ടക്കാർക്ക് വലിയൊരു സഹായമാണ് ശ്രീ അജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള UGS ഇവിടെ ചെയ്യുന്നത്. പല സാമൂഹിക പ്രവർത്തനങ്ങളിൽ പല പ്രവർത്തനങ്ങളുണ്ടായിട്ടുണ്ട്. അതിലും ഒരു പ്രധാനപ്പെട്ട സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംരംഭമാണ് ഈ വിഷു കൈനീട്ടം അല്ലെങ്കിൽ ഫ്രഷ് നോട്ട്സ് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് നൽകുക എന്നുള്ളത്. അതിവിടെ നടന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. പലർക്കും ഇത് ഒരു വിഷു കൈനീട്ടമായിട്ട് ഈ നോട്ടുകൾ അവരുടെ കയ്യിലെത്തട്ടെ എന്നും ഭാവിയിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും ഇവിടെ MDക്കും മറ്റ് ഇവരുടെ ടീം അംഗങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. പക്ഷേ ഇപ്രാവശ്യം മുതൽക്കണ്ട UGS ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചതിന് വളരെ വളരെ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി കൂടുതലായി പ്രയോജനപ്പെടുത്തണമെന്ന് വിനീത. അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു. വരുന്നത് വിഷുക്കണിയാണ്. അതിനുശേഷം നമ്മൾ വിഷു കൈനീട്ടം നമ്മളെല്ലാവർക്കും കൈമാറാറുണ്ട്. അപ്പോൾ ഫ്രഷ് നോട്ടുകളും പുതിയ നാണയങ്ങളും ഒക്കെയാണ് മലയാളികൾ പാരമ്പര്യമായി വിഷു കൈനീട്ടം നൽകാനൊക്കെ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ പടക്കങ്ങൾ, വിഷുവിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പടക്കങ്ങളാണ്, അല്ലെങ്കിൽ കമ്പിത്തിരി, മത്താപ്പ് പോലുള്ള മറ്റു ആഘോഷങ്ങളുടെയൊക്കെ ഭാഗം ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. അപ്പോൾ ഈ വിഷു എല്ലാ മലയാളികളുടെ ഒപ്പം UGSഉം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും, എല്ലാ UGSൻ്റെ കസ്റ്റമേഴ്സിനും വേണ്ട ഫ്രഷ് നോട്ടുകൾ UGSൻ്റെ ഇവിടെ കോർപ്പറേറ്റ് ഓഫീസിലും ഹെഡ് ഓഫീസിലും അതുപോലെ UGSൻ്റെ മറ്റെല്ലാ ബ്രാഞ്ചുകളിലും
വിതരണം ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും അറിയിക്കുകയാണ്. നാളെ മുതൽ UGSൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഫ്രഷ് നോട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിതരണോദ്ഘാടനമാണ് ഔപചാരികമായിട്ട് ഇന്നിവിടെ നടക്കുന്നത്. UGS ഗ്രൂപ്പ് PRO ശ്യാംകുമാർ, സെയിൽസ് മാനേജർ ശാസ്ത്രപ്രസാദ്, മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി, ഫിനാൻസ് മാനേജർ ഹരീഷ്, ക്രെഡിറ്റ് ഓഫീസർ സോനു ശിവൻ, വിവിധ ബ്രാഞ്ച് മാനേജർമാർ, സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേകാൻ ദി ഗ്രാൻഡ് പഴേരി ഗോൾ ഏപ്രിൽ 16 മേലെ പട്ടാമ്പിയിൽ പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിശയിപ്പിക്കുന്ന ഓഫറുകളാണ് പഴേരി ഗോൾഡ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 40%, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% പണിക്കൂലിയിൽ ഇളവ് ലഭിക്കും. ആഭരണം പർച്ചേസ് ചെയ്യുന്നവർക്ക് നൽകുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് മോതിരവും ബമ്പർ സമ്മാനമായി സ്കൂട്ടറും കൂടാതെ എല്ലാ പർച്ചേസിനും ഗൃഹോപകരണങ്ങളും സമ്മാനമായി ലഭിക്കും. ഉദ്ഘാടന ദിനമായ ഏപ്രിൽ 16 ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 5 പേർക്ക് 10,000 രൂപ വീതം 1,00,000 രൂപ സമ്മാനമായി നൽകും. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ 200 രൂപ അധിക വില നേടാം. ഏത് കടയിൽ നിന്ന് വാങ്ങിയ ആഭരണവും ഒട്ടും കുറവ് വരാതെ ഗവൺമെൻറ് അംഗീകൃത ഹോൾമാർക്കഡ് ആഭരണങ്ങളാക്കാനുള്ള സൗകര്യവും പഴേരി ഗോൾഡിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 16 രാവിലെ 9 മണിക്ക് പാലക്കാട് MP VK ശ്രീകണ്ഠൻ, പട്ടാമ്പി MLA മുഹമ്മദ് മുസിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, കൗൺസിലർ സംഗീത പ്രമോദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് KH സുബ്രഹ്മണ്യൻ, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കമാൽ എന്നിവർ പങ്കെടുക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇനി ഷോർട്ട് ന്യൂസ്. വാണിയംകുളത്ത് സിമന്റ് കയറ്റി വന്ന ലോറി റോഡിൽ കുടുങ്ങി വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ കുടുങ്ങിയ ലോറി ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തകരാർ പരിഹരിച്ച് റോഡിൽ നിന്നും മാറ്റിയത്. മധുക്കരയിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് തകരാറിലായത്. ക്ലച്ചിന്റെ തകരാറാണ് കാരണമെന്ന് സാങ്കേതിക വിദഗ്ധർ അറിയിച്ചു. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ യുവകവി E സനോജ് കുമാർ എഴുതിയ ചാത്തൻ കണ്ടർക്കാവ് ഭഗവതിയുടെ ഭക്തിഗാന CD രണ്ടഴകുള്ളൊരു ദേവിയമ്മ പ്രകാശനം ചെയ്തു. ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റി K അജിത് നമ്പൂതിരിപ്പാടിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം മാനേജർ V പ്രസാദ്, അഡ്വക്കേറ്റ് KR ഗിരി അയ്യർ, ഇന്ദിര മനയങ്കത്ത്, നാഗത്ത് ബാലകൃഷ്ണൻ, രുക്മിണി ജയശങ്കർ എന്നിവർ സംസാരിച്ചു. ഭക്തജനങ്ങളും കവിയുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മുണ്ടൂർ ധർമ്മേശ്വരം ശിവക്ഷേത്രത്തിലെ മഹാദേവന് ശുദ്ധികലശവും ഗണപതി പ്രതിഷ്ഠാ ചടങ്ങുകളും നടന്നു. ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വിശേഷാൽ പൂജകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചുമൂടുന്നെന്ന ആരോപണത്തിന് പിന്നാലെ ഒറ്റപ്പാലം നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മണ്ണുമായി വന്ന ലോറികൾ തടഞ്ഞ് BJP നേതാക്കൾ. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വൻ തട്ടിപ്പാണ് ഭരണസമിതി നടത്തുന്നതെന്നും BJP. പ്രതിഷേധം 18-ന് പ്ലാന്റിൽ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി നടക്കാനിരിക്കും. ഒറ്റപ്പാലം കണ്ണിയംപുറത്ത് വാടക വീട് കുത്തിത്തുറന്ന് മോഷണം. 8.5 പവൻ സ്വർണവും 48 ഗ്രാം വെള്ളിയും പണവും നഷ്ടമായി. തമിഴ്നാട് സ്വദേശി വിനോദ് കുമാർ താമസിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത്. ചരിത്ര നേട്ടവുമായി മലപ്പുറം ജില്ല. പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് 1ാം സ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കിലും മലപ്പുറം ജില്ല 1ാമത്.
വനിതകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പ്രത്യേക പോഷകാഹാര പദ്ധതിക്ക് തുടക്കം കുറിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ആരോഗ്യ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു മോൾ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സ്വന്തമായി കളിസ്ഥലങ്ങൾ ഒരുക്കുമെന്ന മുഹമ്മദ് മുഹസിൻ MLA. കൊപ്പത്തും മുതുതലയിലും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. ലഹരിയിലേക്ക് കുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ കായിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കണമെന്ന് MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.